ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ മഹാഭാരതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളിൽ മഹാഭാരതത്തിൽ എന്തൊക്കെ നടന്നു, അതായത് 7 ദിവസത്തെ യുദ്ധത്തിൽ എന്തൊക്കെയായിരുന്നു, 7-ാം ദിവസം വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7-ാം ദിവസം തന്നെ യുദ്ധം സന്ധ്യ ആവുന്നതിന് മുമ്പായിട്ട് അർജുനും സംശപ്തകർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമായിട്ട് യുദ്ധം നടക്കുകയാണ്. നമുക്ക് നോക്കാം എന്താ ഇനി മുന്നോട്ട് അതിൻ്റെ നടക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത് നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗദാദാമധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്തസരസ്വതീ നാമിനേ. ശ്രീവാഷവാനഭി ദേവി ദേതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തിവിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയദാം സുരദോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാ മദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ. ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്മനേർഗോപിർഗോപിനാഥശ്രീയസ്തുന. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ
श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद। श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूगं करोति वाचालं भङ्गं लङ्घयति गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം। ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. മഹാഭാരതം ചർച്ച നമുക്ക് തുടരാം. രാക്ഷസന്മാരുടെ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അർജുൻ്റെ മകനായ ഐരവൻ മരിക്കുകയാണ്. അതേ സമയത്ത് അതിന് പ്രതികാരമായിട്ട് ഘടോത്കചൻ യുദ്ധം ചെയ്യുകയാണ്. ദുര്യോധനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, കൗരവപടയെല്ലാം ബുദ്ധിമുട്ടിച്ചു. അലാംബുഷനായിരുന്നു ഐരവനെ വധിച്ചത്. അലംബുഷൻ കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു രാക്ഷസനായിരുന്നു. ഇതേ സമയത്ത് ദക്ഷിണ ഭാഗത്ത് കുരുക്ഷേത്ര ഭൂമിയിലെ ദക്ഷിണ ഭാഗത്ത് അർജുൻ സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. സുശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംശപ്തകന്മാരുമായിട്ട്. അവർ പ്രതിജ്ഞ എടുത്തിരുന്നു, ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ പിന്നെ അർജുനെ കൊല്ലും, അല്ലാതെ നമ്മൾ ഒരിക്കലും പിന്തിരിയുന്ന അവസ്ഥയിൽ ഉണ്ടാകത്തില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ദുര്യോധന ആഗ്രഹിച്ചതും അതാണ്. എങ്ങനെയെങ്കിലും അർജുനെ ഒന്ന് ഒതുക്കി നിർത്തണം, അവരുമായിട്ട് യുദ്ധം ചെയ്ത് അർജുൻ അങ്ങ് നിൽക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അതേസമയത്ത് ഭീഷ്മരും ബാക്കിയുള്ള യോദ്ധാക്കളെല്ലാവരും പാണ്ഡവ സൈനികരെ നശിപ്പിച്ചുകൊണ്ടിരിക്കാമെന്നായിരുന്നു ദുര്യോധൻ്റെ പദ്ധതി. അർജുൻ വളരെ ഭംഗിയായിട്ട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവ്യാസ്ത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അർജുൻ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സംശപ്തകന്മാർക്കെതിരെ അർജുൻ ഒരിക്കലും ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചില്ല. കാരണം അവർക്ക് ദിവ്യാസ്ത്രങ്ങളുടെ അത് അറിയത്തില്ലായിരുന്നു. വേണമെങ്കിൽ അർജുൻ അത് നേരെ യുദ്ധം തീർക്കാമായിരുന്നു. പക്ഷേ അത് ക്ഷത്രിയധർമ്മത്തിന് വിരുദ്ധമായതുകൊണ്ട് അർജുനൻ ഒരിക്കലും ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചില്ല അവർക്കെതിരെ. സംശപ്തകന്മാർ അതിവേഗതയിൽ അതിതീവ്രമായിട്ട് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും എടുത്തുകൊണ്ട് അർജുനെ ആക്രമിക്കാൻ വന്നുകൊണ്ടേയിരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന കുന്തങ്ങളും ഗദകളും മഴുവും എല്ലാം എടുത്തുകൊണ്ട് അസംഖ്യ അസ്ത്രങ്ങൾ അർജുനെതിരെ എറിഞ്ഞു. അതെല്ലാം അർജുൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് അത് തടുത്തു എന്നുള്ളതാണ്. മറുപടിയായിട്ട് അർജുൻ തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. ആ അസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ കവചങ്ങളെല്ലാം തകർന്നു. ഓരോ ആക്രമണത്തിലും ആയിരക്കണക്കിന് യോദ്ധാക്കൾ വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു അർജുൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങൾ കൊണ്ട്. പക്ഷെ എന്നാലും ഇനിയും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ വന്ന് അർജുനെ അറിയിച്ചു, ഐരവൻ മരിച്ചുവെന്ന്. ഇത് കേട്ടോണം തന്നെ അർജുന് വലിയ വിഷമമായി. രഥത്തിൽ തന്നെ അർജുൻ വിഷമിച്ച് കുത്തിയിരിക്കുകയാണ്. ദുഃഖത്തിലാണെന്ന് കണ്ടിട്ട് ഭഗവാൻ രഥത്തെ അവിടുന്ന് നീക്കുകയാണ് ശത്രുക്കളിൽ നിന്നും. അർജുൻ ഒരുപാട് ദുഃഖത്തിലാണ്ട് പോവുകയാണ്. മുഖം മറിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറേ നിമിഷങ്ങൾക്ക് ശേഷം അർജുൻ ഭഗവാനോട് പറയാണ്, ഭഗവാനെ, യുധിഷ്ഠിര മഹാരാജ പറഞ്ഞ് എത്ര നന്നായിരുന്നു, യുദ്ധം ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്രയും നമ്മുടെ ബന്ധുക്കളെല്ലാവരും ജീവനോടെ കണ്ടേനെ. ഈ ഒരു യുദ്ധത്താൽ എത്ര ആൾക്കാരാണ് ഇനി മരിക്കാൻ പോകുന്നത്. നമ്മൾ വെറും 5 ഗ്രാമം മാത്രമല്ലായിരുന്നു യുധിഷ്ഠിരൻ ചോദിച്ചത്. പക്ഷേ ധാർഷ്ട്യ സ്വഭാവത്തിനുടമയായ ദുര്യോധൻ അതും സമ്മതിച്ചില്ല. ഇപ്പോൾ എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഭൂമി വീണ്ടും കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. ക്ഷത്രിയധർമ്മം കൊണ്ട് എന്ത് പ്രയോജനം, രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം, സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം, അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അർജുൻ കണ്ണീരോടുകൂടി
സംശപ്തകന്മാരെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അർജുനന് കടക്കാൻ കഴിയില്ല. ദുര്യോധനൻ്റെ സൈനികരെല്ലാം തീർന്നെങ്കിൽ മാത്രമേ യുദ്ധം തീരൂ. ദുര്യോധനൻ തീരേണ്ടതായിട്ടുണ്ട്. ഉടൻ തന്നെ അർജുനൻ്റെ ദുഃഖം ക്രോധമായിട്ട് മാറി. ദുര്യോധൻ്റെ ആ ധാർഷ്ട്യ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അർജുനൻ്റെ ഉള്ളിൽ നിന്ന് ദേഷ്യം ഇനിയും വർദ്ധിച്ചു. അതും സ്വന്തം മകൻ ഇപ്പോൾ ദുര്യോധൻ കാരണം മരിച്ചിരിക്കുകയാണ്. വളരെ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് അർജുൻ വീണ്ടും ഗാണ്ഡീവം പൊക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി മാനുഷിക വികാരങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഭഗവാനെ, രഥം നേരെ ദുര്യോധനൻ്റെ അടുത്തേക്ക് നയിക്കൂ കേശവ. ഈ ഒരു വലിയൊരു സൈനിക യോദ്ധാക്കളാകുന്ന ഈ സമുദ്രത്തെ നമുക്ക് മറികടന്നേ പറ്റൂ. അങ്ങയുടെ കാരുണ്യത്താൽ എന്തായാലും യുദ്ധം പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. ഉടൻ തന്നെ ഭഗവാൻ രഥത്തെ, കുതിരകളെ അതിവേഗതയിൽ മുന്നോട്ട് നീക്കി. ദൂരത്ത് നിന്ന് തന്നെ അർജുന് ദുര്യോധൻ്റെ കൊടി കണ്ടു. ദ്രോണാചാര്യരെയും ഭീഷ്മരെയും അവരെല്ലാം, കൃപാചാര്യർ, അശ്വത്ഥാമ, ഭാഗദത്തൻ എല്ലാവരും കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുമായിരുന്നു. അർജുൻ വരുന്ന കണ്ടിട്ട് അവർ അർജുനെതിരെ അസംഖ്യ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ വന്ന ഉടൻ തന്നെ അർജുൻ അതിനെയെല്ലാം തടുത്തു. എന്നിട്ട് അതിവേഗതയിൽ വീണ്ടും തിരിച്ച് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ഓരോ അസ്ത്രങ്ങളും മകൻ മരിച്ച വിഷമത്തിലും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ശക്തമായിട്ടായിരുന്നു അർജുൻ്റെ യുദ്ധം. ഒരു ഉന്നം പോലും തെറ്റുന്നില്ലായിരുന്നുള്ളത്. അസ്ത്രങ്ങൾ പോകുന്നിടത്തെല്ലാം ഏതെങ്കിലും ഒരു യോദ്ധാവ് ഉറപ്പായിട്ടും വീഴുകയായിരുന്നു. ഈ നല്ല മരങ്ങളിൽ നിന്നും പഴുത്ത പഴങ്ങൾ എങ്ങനെയാണോ വീഴുന്നത് അതേപോലെ ഓരോരോ യോദ്ധാക്കൾ വീണുകൊണ്ടേയിരുന്നു. സൂര്യൻ അസ്തമിക്കാറായപ്പോഴത്തേക്ക് യുദ്ധം വളരെ ശക്തമായി. സിംഹം ഇരയെ പിടിക്കാൻ വേണ്ടി ചാടി വീഴുന്നത് പോലെ എല്ലാ യോദ്ധാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവരെ മുടിയിൽ വലിച്ചഴച്ച് കൊണ്ടുവരുന്നു, ചിലവരെ കൈകാലുകൾ അടിച്ചു കൊല്ലുന്നു, ചിലവരെ ആയുധം വെച്ച് ഇടിച്ചു കൊല്ലുന്നു, ചിലവരെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു, ചിലവരെ കാല് വെച്ച് തൊഴിച്ചു കൊല്ലുന്നു, ചിലവരെ കടിച്ചു കൊല്ലുന്നു. അങ്ങനെ പല രീതിയിലും യോദ്ധാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിസുന്ദരമായിട്ടുള്ള കുറേ വില്ലുകൾ, അവരുടേതായിട്ടുള്ള പല ആയുധങ്ങൾ, അതെല്ലാം യുദ്ധത്തിൽ അതിൻ്റെ ഉടമസ്ഥനാരും ഇല്ലാതെ ഇങ്ങനെ ചെതറിക്കിടക്കുന്നു. അസംഖ്യം രത്നങ്ങളും രത്നമാലകളും ആഭരണങ്ങളെല്ലാം ഇങ്ങനെ ചെതറിക്കിടക്കുന്നു. നല്ല മൂർച്ചയേറിയ വാളുകൾ, സ്വർണം പതിപ്പിച്ച, സ്വർണത്തെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന, അതിൻ്റെ പിടിയിലെല്ലാം സ്വർണം, രത്നങ്ങളെ പതിപ്പിച്ച അതിസുന്ദരമായിട്ടുള്ള വാളുകളെല്ലാം ഇങ്ങനെ കിടക്കുന്നു. ഉടമസ്ഥാവകാശത്തിന് ആരും ഇല്ലാതെ കുന്തങ്ങളും പിന്നെ മഴു, ഗദ, എല്ലാം അസംഖ്യം ആയുധങ്ങളെല്ലാം ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അതേ സമയത്ത് ഒരു സാധാരണ കിടക്കുന്ന രീതിയിലല്ല ഓരോ ആൾക്കാരും കിടക്കുന്നത്. കാരണം യുദ്ധത്തിൽ അപ്രതീക്ഷിത നിമിഷത്തിലാണല്ലോ അവരെല്ലാവരും മരിച്ചത്. അന്നേരം ഒരു അസാധാരണ രീതിയിൽ എല്ലാവരും കിടക്കുകയായിരുന്നു മരിച്ചു വീണ്. അപ്പോഴും വീണ് കിടപ്പോഴും അവരുടെ കയ്യിൽ ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളെല്ലാം ഇങ്ങനെ തുറച്ച് നോക്കുന്ന രീതിയിൽ അവർക്കിപ്പോഴും ജീവനുണ്ടോ എന്ന രീതിയിൽ തോന്നി എല്ലാ ശവങ്ങളെ കാണുമ്പോൾ. ചിലരുടെയൊക്കെ കൈകാലുകളൊക്കെ തിരിഞ്ഞു പോയിരിക്കുന്നു, ചിലരുടെ കാല് തിരിഞ്ഞിരിക്കുന്നു, ചിലരുടെ കൈയും തിരിഞ്ഞിരിക്കുന്നു, ചിലരുടെ വാ തുറന്നിരിക്കുന്നു. രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ദുർഗന്ധം അവിടെ എല്ലാം വ്യാപിച്ചു എന്നുള്ളതാണ്. അവസാനം ദിവസം തീരാറായപ്പോൾ ഭീമനും ദുര്യോധനുമായിട്ട് വളരെ ഭീകര യുദ്ധം നടക്കുകയാണ്. ഭീമൻ ഒറ്റയ്ക്ക് 10,000 യോദ്ധാക്കളെയാണ് അന്നത്തെ ദിവസം കൊന്നത്. അപ്പോഴത്തേക്ക് ദുര്യോധന് വലിയ ദേഷ്യമായി. ദുര്യോധൻ വെല്ലുവിളിച്ചു, നീ ഇവിടെ നിൽക്ക് ഭീമ, എന്നോട് നീ യുദ്ധം ചെയ്യ്. നീ സാധാരണ യോദ്ധാക്കളെയാണ് കൊന്നിട്ടുള്ളത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഭീമൻ കയ്യിൽ ഗദയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ ചിരിച്ചു. എന്നിട്ട് ഭീമൻ പറഞ്ഞു, ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കും. നീ ഭയത്താൽ നീ ഓടിയില്ലെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് നിൻ്റെ മരണമായിരിക്കും എന്ന് ഭീമൻ പറഞ്ഞു. കുന്തി ദേവിക്കും ദ്രൗപദി ദേവിക്കും നീ കൊടുത്ത
നമ്മൾ വനവാസത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളും ഇന്ന് മറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. നീ അഹങ്കാരത്താൽ നമ്മളെപ്പോഴും അവഗണിച്ചു, അതിൻ്റെ എല്ലാം ഫലം നീ ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. ക്രൂര മനസ്സിൻ്റെ ഉടമയാണ് നീ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തിനപുരിയിൽ വന്നിട്ട് ശാന്തി പ്രസ്താവന വെച്ചിട്ടും നീ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതുകൂടാതെ ശകുനിയുടെ മകനായ ഉലുഖനെ നീ വളരെ നീചമായിട്ടുള്ളൊരു സന്ദേശമായിട്ട് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇതിനെല്ലാം നിനക്കിപ്പോൾ ഉത്തരം കിട്ടാൻ പോകാമെന്ന് പറഞ്ഞ് ഭീമൻ ബില്ലെടുത്ത് തുടർച്ചയായിട്ട് 36 അസ്ത്രങ്ങൾ അയച്ചു എന്നുള്ളതാണ്. അത് ഇടിവെട്ടുന്ന പോലെ ദുര്യോധനെതിരെ പോവുകയാണ്. അത് അസ്ത്രങ്ങൾ കൊണ്ട് ദുര്യോധൻ്റെ കുതിരകൾ മരിച്ചു, സാരഥി മരിച്ചു, വില്ലൊടിഞ്ഞു. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നല്ല മൂർച്ചയുള്ള 2 അസ്ത്രങ്ങൾ അയച്ചു. അതിലൂടെ ദുര്യോധൻ്റെ കൊടിയടയാളം വീഴുകയാണ്. അതുകൂടാതെ അതിന് കുടയുണ്ടായിരുന്നു, ആ കുടയും തകർന്ന് വീഴുകയാണ്. എന്നിട്ട് ഭീമൻ ഉടൻ തന്നെ താഴെ ചാടി ഇറങ്ങുവാണ് രഥത്തിൽ നിന്നും. എന്നിട്ട് ഗർജിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ദുര്യോധൻ വീണ്ടും ഒരു വില്ലെടുത്തു. പക്ഷേ ഭീമൻ ഉടൻ തന്നെ ഒരു 10 അസ്ത്രങ്ങൾ അയച്ചു എന്നുള്ളതാണ്. ദുര്യോധൻ നന്നായി ബുദ്ധിമുട്ടി ഭീമനായിട്ട് യുദ്ധം ചെയ്യാൻ. കുതിരകളും ഇല്ല, രഥവും ഇല്ല, സാരഥിയില്ല, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഭീമൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുര്യോധൻ നന്നായി ബുദ്ധിമുട്ടി. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ജയദ്രഥൻ അവിടെ ചാടി എത്തുകയാണ്. എന്നിട്ട് ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടുകയാണ്. ആ സമയത്ത് കൃപാചാര്യൻ അവിടെ എത്തി ദുര്യോധനെ കൃപാചാര്യരുടെ രഥത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അന്നേരം ഏകദേശം ബോധം കെട്ട അവസ്ഥയിലായിരുന്നു ദുര്യോധൻ. ഈ അവസ്ഥയിൽ ഒരുപാട് കൗരവ യോദ്ധാക്കൾ ഭീമനെ ആക്രമിക്കുകയാണ്. ആ സമയത്ത് അഭിമന്യുവും കൂടെ ഭീമനെ സഹായിക്കാൻ എത്തുകയാണ്. അങ്ങനെ അതിഭീകരമായിട്ടുള്ളൊരു യുദ്ധം അവിടെ നടക്കുകയാണ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കുകയാണ്. രണ്ടുപേരും ഇരുവരുടെയും ശിബിരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഏഴാമത്തെ ദിവസത്തിൻ്റെ യുദ്ധം അങ്ങനെ തീരുകയാണ്. അതേസമയത്ത് ശിബിരത്തിലെത്തിയപ്പോൾ ദുര്യോധൻ എങ്ങനെയൊക്കെയോ ബോധം വന്നു. ഭീമൻ കൊടുത്ത ആ മുറിവിൽ നിന്നും ഭീമൻ മെല്ലെ മെല്ലെ അത് പരിഹരിച്ച് പുറത്തു വരികയാണ്. ഭീമനുമായിട്ട് ആ യുദ്ധം തോറ്റേണ്ട നാണക്കേട് ദുര്യോധന് മാറുന്നില്ല. ഭീമൻ കർണനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാണ്. എന്നിട്ട് വിചാരിച്ചു, ഭീഷ്മർ പാണ്ഡവരെ കൊല്ലാൻ തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും കർണൻ യുദ്ധത്തിൽ ഇറങ്ങേണ്ടതാണ്. അങ്ങനെ ഇതിനെക്കുറിച്ച് എന്തായാലും കർണനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദുര്യോധൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ദുര്യോധൻ നേരെ കർണൻ്റെ ശിബിരത്തിലേക്ക് പോവുകയാണ്. ദുര്യോധൻ കർണൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ കർണൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ട്, കൗരവർ സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നിൻ്റെ കീർത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ കർണൻ ദുര്യോധനോട് ചോദിക്കാം. ദുര്യോധൻ തലയാട്ടിയിട്ട് പറഞ്ഞു, ഇല്ല കൂട്ടുകാരാ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. പാണ്ഡവർ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാർക്ക് പോലും അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ യോദ്ധാക്കളെ ചവിട്ടി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നല്ല ഭയം തോന്നുന്നു, പാണ്ഡവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന്. കർണൻ ഉടനെ ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട കൂട്ടുകാരാ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യാം. ഭീഷ്മരോട് പിന്മാറാൻ പറയൂ, ഞാൻ സ്വയം പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാം. ഭീഷ്മർ എപ്പോഴും പാണ്ഡവരുടെ പക്ഷത്ത് നിന്നേ യുദ്ധം ചെയ്യാറുള്ളൂ, അവരെ ഒരിക്കലും കൊല്ലത്തില്ല. അതുകൊണ്ട് നീ എനിക്ക് ആജ്ഞ നൽകൂ, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, നിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ എല്ലാ പാണ്ഡവരും ഞാൻ കൊല്ലുന്നതായിരിക്കും. ഇതിനെ കർണൻ ചിന്തിക്കുകയാണ്, ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ കർണനും അറിയാം എനിക്ക് പാണ്ഡവരെ കൊല്ലാൻ കഴിയത്തില്ലെന്ന്. കാരണം കുന്തി ദേവിക്ക് വാക്കുവല്ലും കൊടുത്തു, അർജുനൊഴികെ ബാക്കി ആരെയും കൊല്ലത്തില്ലെന്ന്. പക്ഷെ എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് യുദ്ധം ചെയ്യാമല്ലോ. ഇനി അർജുനെ കൊല്ലുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള പാണ്ഡവർ ചിലപ്പം പിന്മാറിയാലോ, അതിലൂടെ കൗരവർ ജയിച്ചാലോ, ഇങ്ങനെയൊക്കെ കർണൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുര്യോധന ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി.
എന്നിട്ട് പറഞ്ഞു, നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രചോദനം ലഭിക്കുന്നു കർണ. ഞാൻ ഉടൻ തന്നെ ഭീഷ്മരോട് പോവുകയാണ്. എന്നിട്ട് ഞാൻ പറയും, പാണ്ഡവരെ അങ്ങ് നാളെ കൊന്നില്ല എങ്കിൽ അങ്ങ് പിന്മാറുക. അന്നേരം നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയും. എന്നിട്ട് ഭീഷ്മർ പിന്മാറുകയും ചെയ്യുന്നു. അങ്ങനെ ദുര്യോധൻ കർണൻ്റെ ശിബിരത്തിൽ നിന്നും പോയി ഒരു കറുത്ത കുതിരയുടെ മുകളിൽ കയറി നേരെ ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് എത്തിയപ്പോൾ ദുര്യോധൻ വളരെ ഭീകരമായിട്ട് പരിക്കേറ്റതായിട്ട് കണ്ടു. കാരണം അത്രയ്ക്ക് ഭീമൻ നല്ല പണി കൊടുത്ത. ഇത് കണ്ടപ്പോൾ ഭീഷ്മർക്ക് വിഷമം തോന്നി. ഭീഷ്മരുടെ സ്വന്തം വൈദ്യരെ കൊണ്ട് ആ മുറിവെല്ലാം മാറ്റാനുള്ള മരുന്നുകൾ പുരട്ടാൻ തുടങ്ങി. ഭീഷ്മർ സ്വയം മരുന്ന് പുരട്ടി കൊടുത്ത് പ്രത്യേക മന്ത്രസിദ്ധികളുള്ള ഔഷധികളൊക്കെ വെച്ച് കൊടുത്തു. അതിലൂടെ പെട്ടെന്ന് മുറിവ് കരിയാനായിട്ടുള്ള, മുറിവ് ഉണങ്ങാനായിട്ടുള്ള എല്ലാം മരുന്നുകളൊക്കെ വെച്ചു. പ്രത്യേകിച്ച് വിഷല്യകാരിണി എന്ന് പറയുന്ന ഒരു ആയുധം, സസ്യം, ഔഷധി ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതെല്ലാം ഇങ്ങനെ കൊടുത്ത് ദുര്യോധൻ ഒരുവിധം വേദന പുറത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയിൽ ദുര്യോധൻ ഭീഷ്മരോട് പറയുകയാണ്. ദുര്യോധൻ പറഞ്ഞു, പാണ്ഡവരുടെ ഈ ആക്രമണത്തെ തടയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. പിതാമഹ, അവരിങ്ങോട്ട് വന്ന് അവരുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അവർക്ക് നമ്മളോട് ഒട്ടും ഭയമില്ല. അവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. ഹരേ കൃഷ്ണ. അപ്പോൾ ദുര്യോധൻ ഭീഷ്മരോട് പറയുകയാണ്. ഭീഷ്മര് ദുര്യോധൻ്റെ ഓരോ മുറിവും ഇങ്ങനെ ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പച്ചമരുന്നൊക്കെ പ്രയോഗിച്ചുകൊണ്ട്, അത്ഭുത സിദ്ധികളുള്ള മരുന്നുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട്. അപ്പോൾ ദുര്യോധൻ പറഞ്ഞു, പിതാമഹ, അവരുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ സൈന്യത്തെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എത്രയോ യോദ്ധാക്കൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് തന്നെ നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള വ്യൂഹത്തെ രചിച്ചിട്ടും അവർ നമ്മുടെ വ്യൂഹത്തിലുള്ള എല്ലാവരെയും തകർത്തു. എന്നെ തന്നെ ഭീമൻ എത്രമാത്രം മുറിവേൽപ്പിച്ചു എന്നങ്ങ് സ്വയം കണ്ടതല്ലേ. ഏകദേശം എൻ്റെ മരണം സംഭവിച്ചത് തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്കൊരിക്കലും തോന്നുന്നില്ല അങ്ങേക്ക് പാണ്ഡവരെ കൊല്ലാൻ കഴിയത്തില്ല എന്ന്. അങ്ങ് പൂർണ്ണമായിട്ടും നാളെ അങ്ങയുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് പാണ്ഡവരെ വധിക്കേണ്ടതാണ്. എനിക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് എന്തായാലും നാളെ ജയിച്ചേ പറ്റൂ. പാണ്ഡവരെ എല്ലാവരെയും അങ്ങ് കൊല്ലണമെന്ന് പറഞ്ഞു. ഭീഷ്മർ കരുണാഹൃദയനായി ദുര്യോധനെ നോക്കി. ഭീഷ്മർ ചിന്തിക്കുകയാണ്, ഇത്രയൊക്കെ ആയിട്ടും ഇവന് മനസ്സിലാവുന്നില്ലല്ലോ പാണ്ഡവരെ കൊല്ലുക എന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്നും. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ ഭീഷ്മർ നിസ്സഹായ അവസ്ഥയിലിരിക്കുകയാണ്. എന്തായാലും ഭീഷ്മർ വിചാരിച്ചു അവൻ തന്നെ സ്വന്തം അനുഭവത്തിൽ പഠിക്കട്ടെ. ഭീഷ്മർ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചു. കൗരവർ ഏതൊക്കെ രീതിയിലുള്ള ഉപായങ്ങൾ കണ്ടുപിടിച്ചാലും ഭഗവാൻ കൃഷ്ണൻ അതെല്ലാം തകർക്കുമെന്നുള്ളതാണ്. പക്ഷെ എന്നാലും കൗരവ സേനാനായകനായതുകൊണ്ട് അത് ഭീഷ്മരുടെ കർത്തവ്യമാണല്ലോ പാണ്ഡവരെ തോൽപ്പിക്കുക എന്നത്. അതുകൊണ്ട് കർത്തവ്യത്തെ നിറവേറ്റിയേ പറ്റൂ. പിന്നെ ആ ഒരു കർത്തവ്യം നിറവേറ്റുന്നതിനൊപ്പം ഭഗവാൻ കൃഷ്ണനുമായിട്ട് നേരിട്ടൊരു സമ്പർക്കം കൂടെ കിട്ടുവാണല്ലോ എന്ന് ഭീഷ്മർ ചിന്തിക്കുകയായിരുന്നു. അതെപ്പോഴും ശുഭകരം തന്നെയായിരിക്കും. അങ്ങനെ എല്ലാ മരുന്നുകളൊക്കെ പുരട്ടി കഴിഞ്ഞപ്പോൾ ഭീഷ്മർ ദുര്യോധൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, ഓരോ ദിവസവും ദുര്യോധന, ഞാൻ എൻ്റെ സമ്പൂർണ്ണ ശക്തി ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുറിവേറ്റ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 10,000 യോദ്ധാക്കളെയാണ് കൊല്ലുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് പാണ്ഡവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല.
അവരുടെ പ്രധാനപ്പെട്ട യോദ്ധാക്കളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ പക്ഷത്ത് ധർമ്മമുണ്ട്, ധർമ്മം തന്നെ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ അതിനെതിരെ പോരാടിയത് കൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ദുര്യോധൻ കൈകൂപ്പി ഭീഷ്മരോട് പറയുകയാണ്, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേ ആശ്രയിച്ചിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ദേവന്മാരെയും, അങ്ങ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദേവന്മാരെയും അസുരന്മാരും ഒന്നിച്ച് നിന്നാൽ പോലും നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയും. പിന്നെ പാണ്ഡവരെന്ന് പറയുന്ന ആരാണ്? ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക അങ്ങേക്ക് ഒരിക്കലും പാണ്ഡവരെ കൊല്ലാൻ കഴിയുന്നില്ല എന്ന്? അവരുടെ കൂട്ടത്തിൽ ബന്ധുക്കളും എത്ര കൂട്ടുകാരുണ്ടെങ്കിലും, എത്ര ശക്തരായിട്ടുള്ള സഹായികളുണ്ടെങ്കിലും അവർ അങ്ങേക്കാട്ടിയും ശക്തനാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കണം? അങ്ങനെ ദുര്യോധൻ കരയാൻ തുടങ്ങി. ഗംഗാപുത്ര, അങ്ങ് കാരുണ്യം കാണിക്കണം, പാണ്ഡവരെ കൊല്ലണം, അങ്ങയുടെ പ്രതിജ്ഞ നിറവേറ്റണം, അങ്ങയുടെ പൂർണ്ണ ശക്തി ഉപയോഗിക്കണം, ആ 5 സഹോദരന്മാരെയും അവരുടെ കൂട്ടരെയും കൊന്നു തരണമെന്ന് പറഞ്ഞു. ദുര്യോധൻ കുറച്ചു നേരം നിശബ്ദനായി. എന്നിട്ട് ഭീഷ്മരുടെ കണ്ണിലേക്ക് നോക്കി. ഇനി അവരോടുള്ള കാരുണ്യം കാരണം അങ്ങേക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, അങ്ങേക്ക് പാണ്ഡവരെ കൊല്ലാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് ദയവ് ഇതിൽ നിന്ന് പിന്മാറണം. എന്നിട്ട് കർണനെ യുദ്ധം ചെയ്യാൻ അനുവദിക്കണം. കർണൻ എന്തായാലും പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പാണ്ഡവരെ കൊല്ലാമെന്ന്, പാണ്ഡവ കൂട്ടരി. ഇതും കൂടെ കേട്ടപ്പോൾ ഭീഷ്മരുടെ ഹൃദയത്തിൽ ആരോ അസ്ത്രം കുത്തി കയറ്റുന്ന പോലെ ഭീഷ്മർക്ക് തോന്നി. ദുര്യോധൻ ഇപ്പോഴും പറയുന്നു ഭീഷ്മർ വേണ്ട വിധം കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ഭീഷ്മർക്ക് കൂടുതൽ വിഷമമായി. ഭീഷ്മർ മനസ്സിലാക്കുന്നു ദുര്യോധന തീരെ ബുദ്ധിയില്ല. ദുര്യോധൻ കാണുന്നില്ലേ എത്ര ശക്തമായിട്ടാണ് എല്ലാ യോദ്ധാക്കളും യുദ്ധം ചെയ്യുന്നതെന്ന്? പിന്നെ കർണൻ എന്താണ് ചിന്തിക്കുന്നത്? കർണൻ എന്ത് ചെയ്യാൻ കഴിയും ഇത് കൂടാതെ? ഭീഷ്മർ ഒന്നും മിണ്ടിയില്ല. എങ്ങനെയോ ക്രോധത്തെ നിയന്ത്രിച്ചിട്ട് ഭീഷ്മർ വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദുര്യോധന, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി നിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ പ്രാണൻ വരെ ത്യജിക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുമല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. പാണ്ഡവർ അജയരാണ്. ആ ഖാണ്ഡവനത്തിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ? ദേവന്മാരുമായിട്ട് അർജുൻ യുദ്ധം ചെയ്തത്, പിന്നെ ഗന്ധർവന്മാരിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതും ഓർമ്മയില്ലേ? ആ സമയത്ത് അസൂതപുത്രനായ കർണൻ എവിടെയായിരുന്നു? ഭീഷ്മർ കൂടുതൽ അക്ഷമനായി. എന്നിട്ട് ദുര്യോധനോട് കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഭീഷ്മർ ചിന്തിക്കുകയാണ്, ദുര്യോധൻ വലിയ സ്വാർത്ഥനാണ്. അവ എപ്പോഴും അവൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ, മറ്റുള്ളവരെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല. ഇനി അവൻ്റെ മാത്രം കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നതെങ്കിൽ പോലും അവൻ്റെ നന്മയെങ്കിലും അവൻ മനസ്സിലാക്കണ്ടേ? അവൻ്റെ ഉള്ളിൽ അസൂയയും ദ്വേഷത്തിൻ്റെയും മറ കാരണം അവന് വേറൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ്റെ തന്നെ നാശത്തിനുള്ള വിത്ത് വിതയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഭീഷ്മർ ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വിഷമവും ദേഷ്യവും എല്ലാം കൊണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ ഭീഷ്മർക്ക് കാരുണ്യവും തോന്നി. പറഞ്ഞു, പൊതുവെ മരണത്തിൻ്റെ അടുത്തെത്തിയ വ്യക്തിക്ക് അവൻ്റെ എല്ലാ സ്വബോധവും നഷ്ടപ്പെടും. ഗാന്ധാരിയുടെ പുത്ര, നിനക്കൊരിക്കലും മനസ്സിലാവുന്നില്ല പാണ്ഡവരോടുള്ള ശത്രുത നിന്നെ എവിടെയാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന്. അവർ അമരന്മാരെ പോലെ നിൽക്കുകയാണ്, ദേവന്മാരെ പോലെ തന്നെ. സാക്ഷാൽ അച്യുതൻ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ ഒരു ഫലമേ ഉണ്ടാകാൻ പോകൂ, അത് അവരുടെ വിജയം മാത്രമാണ്. നീ എന്താണത് മനസ്സിലാക്കാത്തത്? നീയല്ലേ ഏറ്റവും കൂടുതൽ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിച്ച? ആ യുദ്ധം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നീ നിൻ്റെ ശക്തി കാണിക്കൂ. നീ എത്രയോ പറഞ്ഞു നീ ഇത് ചെയ്യും അത് ചെയ്യുമെന്ന്. ഇപ്പോൾ നീ അത് കാണിക്കൂ. ആ സമയത്ത് തന്നെ സേവകർ ശിബിരത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞു, ഭക്ഷണം തയ്യാറായെന്ന്. ദുര്യോധൻ കൈ കാണിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു. കാരണം വിശപ്പ് ദുര്യോധന തീരെ കെട്ടിരിക്കുകയാണ്.
യുദ്ധം തുടങ്ങിയതോടുകൂടി ദുര്യോധൻ ഭക്ഷണമൊന്നും പൊതുവെ കഴിക്കാറില്ല. ലഹരി പദാർത്ഥങ്ങൾ പോലും ഉപയോഗിക്കാറില്ല. കാരണം ദുര്യോധൻ ലഹരിയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം യുദ്ധത്തിലാണ് ദുര്യോധൻ്റെ എല്ലാ ചിന്തകളും. പാണ്ഡവരെ കൊല്ലുന്നത് വരെ ദുര്യോധനൊരു സമാധാനമില്ല. ദുര്യോധൻ ഭീഷ്മരുടെ പാദത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഭീഷ്മരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉള്ളിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഗംഗാപുത്രനായ ഭീഷ്മരൊന്ന് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാണ്ഡവർ തീർച്ചയായിട്ടും മരിക്കും. ഭീഷ്മർ അഥവാ പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും നിന്നെ തഴയത്തില്ല. കാരണം എൻ്റെ ധർമ്മം അതാണല്ലോ. നിനക്ക് വേണ്ടി ഞാനൊരു അതിഭീകരമായിട്ടുള്ള ഒരു പ്രയത്നം ചെയ്യാൻ പോവുകയാണ് നാളെ. അതിസാഹസികമായിട്ട് പാണ്ഡവരെ കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള രാജാക്കന്മാരെയും നേരിട്ട് കൊണ്ട് ഞാൻ പാണ്ഡവരെ വധിക്കാൻ പോവുകയാണ്. ആരെങ്കിലും പാണ്ഡവരെ രക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ കൊല്ലും. ശിഖണ്ഡി ഒഴികെ വേറെ ആര് വന്നാലും എതിരെ വന്നാലും അവരെയൊക്കെ ഞാൻ കൊല്ലും എന്ന് ഭീഷ്മർ പ്രതിജ്ഞ എടുക്കുകയാണ്. ഭീഷ്മരുടെ വെള്ളി കൊണ്ട് നിർമ്മിച്ച ആവനാഴി, അസ്ത്രങ്ങളുടെ ആവനാഴി എടുത്തു. അത് അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ആവനാഴിയായിരുന്നു. അതിൽ നിന്ന് 5 അസ്ത്രങ്ങൾ എടുത്തു. സ്വർണവും രത്നങ്ങളും പതിപ്പിച്ച 5 അസ്ത്രങ്ങൾ. അതിൻ്റെ തുമ്പത്തായിട്ട് നല്ല മുൾമൊന പോലെ നല്ല മൂർച്ചയേറിയ അസ്ത്രമായിരുന്നു അതിൻ്റെ തലഭാഗത്ത്. അതിൻ്റെ തലഭാഗത്ത് നല്ല മുൾമൊന പോലെ ഒരുപാട് മുനകളുണ്ടായിരുന്നു. അതിൻ്റെ അറ്റത്താണെങ്കിൽ തൂവലിൻ്റെ നല്ല അലങ്കാരം ഉണ്ടായിരുന്നു. ഭീഷ്മർ ഒരു പട്ടുവസ്ത്രം എടുത്തു, തറയിൽ വെച്ചു. എന്നിട്ട് ആ 5 വസ്ത്രങ്ങൾ അതിൽ വെച്ചു. എന്നിട്ട് ദുര്യോധൻ നോക്കി നിൽക്കെ കുറേ നിമിഷം പല പല മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഭീഷ്മർ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു 5 അസ്ത്രത്തിൽ എൻ്റെ ഇത്രയും കാലത്തെയും തപോബലവും ബ്രഹ്മചര്യവും എല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. സാക്ഷാൽ ദേവേന്ദ്രന് പോലും ഈ അസ്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഒരു 5 അസ്ത്രം ഉപയോഗിച്ച് ഞാൻ പാണ്ഡവരെ വധിക്കാൻ പോവുകയാണ്. ഭീഷ്മർക്ക് ഇത് പറയുമ്പോൾ ഒട്ടും സന്തോഷമൊന്നും ഇല്ലായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ കണ്ണീന്നിങ്ങനെ കണ്ണീര് വരികയാണ്. എന്നിട്ട് ആൾ പറഞ്ഞു, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങൂ. രാവിലെ ഞാൻ പുറത്ത് വന്നിട്ട് അതിഭീകരമായിട്ടുള്ളൊരു യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ആരും കാണാത്ത രീതിയിൽ ഞാൻ യുദ്ധം ചെയ്യും. പാണ്ഡവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഭഗവാൻ കൃഷ്ണന് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയൂ. പക്ഷെ അദ്ദേഹം ആയുധം എടുക്കത്തില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഭീഷ്മർ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഭീഷ്മർ ചിന്തിച്ചു, അദ്ദേഹത്തിൻ്റെ ഭക്തരെ രക്ഷിക്കാനായിട്ട് ഭക്തവത്സലൻ എന്തെങ്കിലും പണി ഒപ്പിക്കുമോ? അത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് വിഷമത്തിലിരുന്ന ഭീഷ്മർ പെട്ടെന്നൊരു ചിരിച്ചു. പക്ഷെ അഥവാ ഭഗവാൻ കൃഷ്ണൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും മരിക്കും. കാരണം ഇത്രയും ശക്തി ആവാഹിച്ച ഭീഷ്മരുടെ ഈ ബ്രഹ്മചര്യ വ്രതവും തപോബലം എല്ലാം അതിൽ കലർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് കേട്ട ഉടനെ ദുര്യോധൻ തുള്ളിച്ചാടി എന്നുള്ളതാണ്. കൈകളൊക്കെ അടിച്ചിട്ട് 2 കൈയും കൊട്ടി ഇങ്ങനെ ആൾ വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ചിന്തിച്ചു, ഭീഷ്മർ ചിന്തിച്ച പോലെ ദുര്യോധനും ചിന്തിച്ചു, കൃഷ്ണൻ ഇനി എന്തെങ്കിലും ഒരു പ്ലാനും വെച്ച് ഇതിനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയാലോ. അതുകൊണ്ട് അസ്ത്രങ്ങളെ നോക്കിയിട്ട് ദുര്യോധനൻ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ തന്നെ ഈ അസ്ത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാം. ഞാനിതിന് കാവലായിട്ട് നിൽക്കാം. അതുകൊണ്ട് യുദ്ധം തുടങ്ങുന്നവരെ ഈ അസ്ത്രങ്ങൾ എനിക്ക് തരാൻ പറഞ്ഞു. ഭീഷ്മർ സമ്മതിച്ചു. ദുര്യോധന അസ്ത്രങ്ങളെ കൊണ്ടുപോയി. ദുര്യോധൻ ഭീഷ്മരുടെ മുമ്പിൽ കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ആളുടെ ശിബിരത്തിലേക്ക് പോയി. എന്നിട്ട് കിടക്കുന്ന കട്ടിലിൽ തലയാണ ഭാഗത്ത് തലയാണയുടെ അടിയിൽ ഈ അസ്ത്രങ്ങൾ ഒളിപ്പിച്ചേക്കും. എന്നിട്ട് ദുര്യോധൻ ചിന്തിച്ചു, ഇനി എന്തായാലും പാണ്ഡവർ തീർന്നു തന്നെ. ഭീഷ്മരെ എല്ലായിടത്തും അറിയപ്പെടുന്നത് തന്നെ ദേവവ്രതൻ എന്നാണ്. ഒരിക്കലും വ്രതം തെറ്റിക്കാത്ത ആൾ, ഒരിക്കലും
വാക്ക് തെറ്റിക്കാത്ത ആൾ. അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം നിറവേറ്റിയത് തന്നെ. ഒരു ദുര്യോധനൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അടുത്ത ദിവസത്തേക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഉറക്കം വരുന്നില്ല ദുര്യോധനൻ. ഇതേ സമയത്ത് യുധിഷ്ഠിരൻ സഹോദരങ്ങളെല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. അവിടെ എല്ലാവരും ഇരിക്കുകയാണ്. അന്നേരം യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, 8 ദിവസത്തിന് യുദ്ധത്തിന് ശേഷം ഏകദേശം പാണ്ഡവർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷിക്കുന്നുണ്ടെങ്കിലും യുധിഷ്ഠിരൻ കുറച്ച് ദുഃഖത്തിലുമാണ്. കാരണം ഇത്രയും യോദ്ധാക്കൾ മരിച്ചു വീണല്ലോ. യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, യുദ്ധം തീരുമ്പോഴത്തേക്ക് ഈ ഭൂമിയിൽ വിധവകളെ കൊണ്ട് നിറയും എന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ കഴിയും? വേറെ ഒരു രക്ഷയില്ല. യുധിഷ്ഠിരനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശാന്തിക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും എടുത്തു. പക്ഷേ ദുര്യോധൻ്റെ ധാർഷ്ട്യവും പിന്നെ ധൃതരാഷ്ട്രയുടെ ആ പുത്രവാത്സല്യമാണ് ഇതിനെല്ലാം കാരണം. അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണന് പോലും അവരെ മാറ്റാൻ പറ്റാത്ത വിധം ഇവർ മണ്ടന്മാരായിപ്പോയി എന്ന് യുധിഷ്ഠിരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. യുധിഷ്ഠിരൻ എന്നിട്ട് ഭഗവാനെ നോക്കി. അപ്പോൾ ഭഗവാൻ ഒരു പ്രത്യേക മോഹഭാവത്തിലിരിക്കുകയാണ്. എല്ലാവരും അവരവിടെ ആസനത്തിലിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു തുടങ്ങി, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്തോ ചിന്തയിൽ ഇങ്ങനെ മഗ്നനായിട്ടിരിക്കുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു. സാധാരണ ഭഗവാൻ വളരെ കൂളായിട്ടിരിക്കുന്നു. ഇന്നെന്തോ ഭഗവാന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ കാണുന്നു. ഇവരെല്ലാവരും യുധിഷ്ഠിരൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി, ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമനും അർജുനും കൗരവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾ യോദ്ധാക്കൾ എല്ലാവരും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ശത്രുക്കൾ നന്നായിട്ട് എന്തോ ഒരു കെണി പണിയുന്നുണ്ട് നമുക്കെതിരെ. വളരെ ഏതോ ഭീകരമായിട്ടുള്ള എന്തോ ഒരു സാഹചര്യം വരാൻ പോകുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്നിട്ട് ഭഗവാൻ അർജുനെ നോക്കി. അപ്പോൾ അർജുൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. കാരണം അർജുൻ മകൻ ഐരവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനോടുള്ള ആ സ്നേഹം കൊണ്ടായിരുന്നു ഐരവൻ യുദ്ധം ചെയ്തത്. അർജുൻ ഐരവനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഉലുപ്പിയായിട്ട് വിവാഹം കഴിച്ച് ഉലുപ്പിയിലൂടെ വന്ന ഐരവനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നാഗവിഭാഗത്തിൽപ്പെട്ട മകനായിരുന്നു ഐരവൻ. ചില സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ ഐരവൻ അർജുനെ കാണാൻ വരികയായിരുന്നു. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അർജുൻ്റെ കണ്ണീർ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകുകയാണ്. മകനുമായിട്ടുള്ള ആ ദിവസങ്ങളൊക്കെ അർജുൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ മകൻ ശവമായിട്ട് കിടക്കുന്നു. ദുര്യോധനൻ്റെ അത്യാഗ്രഹത്തിന് ഒരാളും കൂടെ വീണു. ആ സമയത്ത് അർജുൻ ശിബിരത്തിൻ്റെ ഉള്ളിൽ കൂടെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ അടുത്തെത്തി. എന്നിട്ട് തോളിന്മേൽ കൈവച്ചിട്ട് പറഞ്ഞു, പാർത്ഥ, ക്ഷത്രിയ കർത്തവ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൻ്റെ ദുഃഖത്തേക്ക് അകറ്റു. നിൻ്റെ മകൻ ഉപരിലോകങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ ഈ ദുഃഖമൊക്കെ മാറ്റൂ. ഈ യുദ്ധത്തിലേക്ക് എൻ്റെ ചിന്ത കേന്ദ്രീകരിക്കൂ എന്ന് പറഞ്ഞു. അർജുൻ കണ്ണു തുടച്ചു. എന്നിട്ട് ഭഗവാനെ നോക്കി. എന്നിട്ട് അർജുൻ വിചാരിക്കുകയാണ്, ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ എന്നെ വീണ്ടും വീണ്ടും ധർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു വഴികാട്ടിയായിട്ട്, വഴി തെറ്റുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഓരോ നിമിഷവും എൻ്റെ വഴികാട്ടിയായിട്ട് എൻ്റെ കൂട്ടുകാരനായി എൻ്റെ ഭഗവാൻ തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് അർജുൻ ചിന്തിക്കുക, എന്നാലും ക്ഷത്രിയന്മാരുടെ കർത്തവ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളത് തന്നെ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനോട് പറഞ്ഞു, അർജുന, ഇന്ന് രാത്രി നിനക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ ഗന്ധർവന്മാരിൽ നിന്നും നീ ദുര്യോധനെ രക്ഷിച്ചത്? ആ സമയത്ത് അവൻ നിനക്കൊരു വരം നൽകിയിരുന്നു. ഇപ്പോൾ ആ വരം ചോദിക്കാനുള്ള സമയമായി. ആ ദുര്യോധൻ്റെ കയ്യിൽ 5 അസ്ത്രമുണ്ട്, നിങ്ങളുടെ മരണത്തിനായിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് അർജുന, സൗഹൃദത്തിൽ അവൻ്റെ അടുത്ത് പോവും, എന്നിട്ട് ആ അസ്ത്രങ്ങൾ ചോദിക്കുക. അർജുൻ ആ ദിവസം ഓർത്തു, ദുര്യോധനെയും സഹോദരങ്ങളെയെല്ലാം ഗന്ധർവന്മാരിൽ നിന്ന് രക്ഷിച്ച ആ ദിവസം. ആ സമയത്ത് ദുര്യോധന ഒരുപാട് നാണം കിട്ടിയിരുന്നു. ക്ഷത്രിയന്മാരുടെ കർത്തവ്യം അനുസരിച്ച് ദുര്യോധന ആ സമയത്ത് വാക്ക് കൊടുത്തിരുന്നു, അർജുന നിനക്ക് ഇഷ്ടമുള്ള എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അർജുൻ അത് ചിരിച്ചു തള്ളിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് ചോദിക്കാം. അപ്പോൾ അർജുൻ വിചാരിച്ചിരുന്നു ആ ദിവസം ഒരിക്കലും വരത്തില്ലെന്ന്. പക്ഷേ ഇപ്പം ഭഗവാൻ അങ്ങനെയല്ലല്ലോ ചിന്തിച്ചിരിക്കും. ഭഗവാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യണ്ടേ. ഉടൻ തന്നെ അർജുൻ കവചമൊക്കെ മാറ്റി ഭഗവാനോട് പറഞ്ഞു, ജനാർദ്ദന, അങ്ങ് എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും. ഞാൻ ഉടൻ തന്നെ ദുര്യോധനൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ആയുധങ്ങളൊന്നും എടുക്കാതെ അർജുൻ കുതിരപ്പുറത്ത് കയറി കൗരവ ശിബിരത്തിലേക്ക് പോവുകയാണ്. അന്നേരം ക്ഷത്രിയ രീതി അനുസരിച്ച് അർജുൻ എന്തായാലും ഒരു ആപത്ത് അവിടെ വരാനില്ല. കാരണം യുദ്ധം കഴിഞ്ഞിട്ട് ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. കൗരവ ഭടന്മാർ അർജുനെ കണ്ടുടൻ തന്നെ അവർ നേരെ ദുര്യോധൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചു അർജുനെ. അപ്പോൾ നോക്കിയപ്പോൾ ദുര്യോധൻ ഉറക്കത്തിലായിരുന്നു. അർജുനെ കണ്ട ഉടനെ ദുര്യോധൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ആ പാർത്ഥ, വരൂ വരൂ. എന്നിട്ട് പറഞ്ഞു, ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആസനം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വാഗതം, എന്താ നിനക്ക് വേണ്ടത്? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നീ രാജ്യമാണോ? യുദ്ധം ചെയ്യാതെ തന്നെ രാജ്യം വേണമെങ്കിൽ അത് ഞാൻ തരാൻ തയ്യാറാണ്. അതായത് അർജുനൻ അറിയാം ദുര്യോധൻ കളിയാക്കിയതാണെന്നറിയാം. പക്ഷെ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി ചോദിക്കുകയാണെങ്കിലും ദാനമായിട്ട് ഒരിക്കലും രാജ്യം വേണ്ട, യുദ്ധത്തിന് ശേഷം തന്നെ തീരുമാനിക്കാം എന്ന് തന്നെ ദുര്യോധൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ എന്തായാലും ദുര്യോധനിൽ നിന്ന് ഒരു കാര്യം വേണം. ദുര്യോധൻ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക, അർജുൻ എന്തായിരിക്കും വന്നതെന്ന്. എന്നിട്ട് അർജുൻ പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്നൊരു വരം ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങ് എനിക്കൊരു വാക്ക് നൽകിയതായിട്ട് ഓർക്കുന്നുണ്ടോ? അന്നേരം ഉടനെ ദുര്യോധന ആ നാണം കെട്ട ദിവസം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്, എന്താണ് നിനക്ക് വേണ്ടുന്നത്? അന്നേരം ഉടനെ അർജുൻ പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ 5 അസ്ത്രങ്ങളുണ്ടല്ലോ, നമ്മളെ കൊല്ലാനായിട്ട് വെച്ചിട്ടുള്ള 5 അസ്ത്രം, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ദുര്യോധന ആകെ സ്തംഭിച്ചു. പക്ഷെ വാക്ക് കൊടുത്തതല്ലേ. ഉടൻ തന്നെ തലയാണ കീഴിൽ നിന്ന് ആ 5 അസ്ത്രം എടുത്തെന്നുള്ളതാണ്. എന്നിട്ട് അത് അർജുനന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പാർത്ഥ, ഇന്നാ പിടിച്ചു ഈ 5 അസ്ത്രം. പക്ഷെ ഒറ്റ കാര്യം എന്നോട് പറയും, നീ ഇതെങ്ങനെ മനസ്സിലാക്കി ഈ 5 അസ്ത്രം എൻ്റെ കയ്യിലുണ്ടെന്ന്? അന്നേരം ദുര്യോധൻ അർജുൻ ആ അസ്ത്രം കിട്ടിയപ്പോൾ നന്ദി പറഞ്ഞിട്ട് അർജുൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി അർജുൻ അവിടുന്ന് പോവുകയാണ് യുധിഷ്ഠിരൻ്റെ ശിബിരത്തിലേക്ക്. ആ സമയത്ത് ദുര്യോധന എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് വിചാരിക്കുകയാണ്, കൃഷ്ണൻ വീണ്ടും പാണ്ഡവരെ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ്, ഭീഷ്മരും വിതുരരും ഒക്കെ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ഈ യാദവനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ആ യാദവൻ എല്ലാം അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ആ യാദവനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ദുര്യോധൻ കിടന്നുറങ്ങുകയാണ്. ആ ശിബിരത്തിൻ്റെ മേൽക്കൂര നോക്കി ഉറക്കമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുക, ഇനി നമുക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പക്ഷേ ദുര്യോധൻ ചിന്തിച്ചു, അസ്ത്രങ്ങളൊന്നും ഇല്ലെങ്കിലും ഭീഷ്മർ എന്തായാലും പ്രതിജ്ഞ എടുത്തിരിക്കുകയല്ലേ പാണ്ഡവരെ കൊല്ലുമെന്ന്. എന്തായാലും നാളെ നമുക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടുകൂടി ദുര്യോധൻ കിടക്കുകയാണ്. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് ഈ അധ്യായം? സൂപ്പറല്ലേ? എനിക്ക് മഹാഭാരതത്തിലെ വളരെ ഇഷ്ടപ്പെട്ട അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ്. ഭഗവാന്റെ ഓരോ എങ്ങനെയാണോ ഭക്തരെ രക്ഷിക്കുന്നത് അല്ലേ. അടുത്ത അധ്യായം ഇതിൽ നിന്നും കേട്ടില്ലുമാണ്. ഭഗവാൻ ചക്രം എടുത്ത ഓടുന്ന രംഗമാണ്. ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള രംഗം. ഭീഷ്മർ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ. കാരണം പിറ്റേ ദിവസം ഭീഷ്മർ 5 അസ്ത്രം ചോദിക്കുമ്പോൾ ദുര്യോധൻ പറഞ്ഞു, അർജുൻ വന്ന് കൊണ്ടുപോയി. അന്നേരം ഭീഷ്മർ ചിരിക്കും. അന്നേരം ഭീഷ്മർ വിചാരിക്കും, ഭഗവാൻ പണി തുടങ്ങിയല്ലോ, എന്നാലും ഞാനും വിട്ടു കൊടുക്കത്തില്ല.
നോക്കട്ടെ, ഞാൻ എന്തായാലും പാണ്ഡവരെ കൊല്ലാൻ നോക്കും, ഭഗവാൻ എങ്ങനെ പാണ്ഡവരെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭീഷ്മരും ഭഗവാനായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇനി. അതാണ് ഇനി അടുത്ത വീഡിയോ. എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തു നിൽക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മാക്സിമം നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യുക, കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് അനാധികൃതമായിട്ടുള്ള മഹാഭാരത വീഡിയോസൊക്കെ വരുന്നുണ്ട്. അന്നേരം അതൊന്നും ശരിയായിട്ടുള്ളൊരു പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള മഹാഭാരത ചരിതം എല്ലാവരിലേക്കും എത്തിക്കാൻ അടിയനെ സഹായിക്കുക. പിന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യവും കമൻസിലിടുക. കാരണം പുതിയ ഒരാൾ ഈ വീഡിയോസിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ കമൻസ് നോക്കിയിട്ടായിരിക്കും അവർക്കത് കാണാൻ തോന്നുന്നത്, അതുകൊണ്ട് കേൾക്കാനും തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഭീഷ്മർ എങ്ങനെയാണ് പാണ്ഡവരെ കൊല്ലാൻ നോക്കുന്നത്, പ്രത്യേകിച്ച് അർജുനെ തന്നെ, എന്നിട്ട് സാക്ഷാൽ ഭഗവാൻ ദേഷ്യം കൊണ്ട് ആ രഥത്തിൻ്റെ ചക്രം എടുത്ത് ഓടുന്ന ആ ഒരു ഭാഗവും നമുക്ക് ഇന്ന് തന്നെ മിക്കവാറും അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.